إلى حضرة النبي سيدنا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة شيخنا الإمام البوصيري رضي الله عنه، وإلى حضرة شيخنا غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره العزيز. اللهم إلى حضرة قطب العالم وإذ الزاهدين محمد أبي بكر المشهور بسيم المدبولي قدس الله سره العزيز. اللهم إلى حضرة عاشق الرسول انظر استاذي قدس الله سره العزيز. اللهم إلى حضرة سيد يوسف الزيلاني قدس الله سره العزيز. اللهم إلى حضرة سائر الأنبياء والأولياء والعلماء كلهم أجمعين. اللهم انفعنا بهم بعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ഇഷ്കിലായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന ഉമ്മത്തിൽ അല്ലാഹു നമ്മോട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നല്ല പ്രഭാഷണം നമ്മൾ കേട്ടു. അൽഹംദുലില്ലാഹ് ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഈ കേട്ടത് കാരണത്താൽ നമ്മൾ രണ്ട് ലോകവും വിജയിച്ച ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് മഹത്തായ ഒരു സദസ്സിനുള്ളത് അല്ലാഹു തആല നമുക്കറിയാം വലിയ തൗഫീഖാണ് നൽകിയത്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ പല നാടുകളിലും പല സ്ഥലങ്ങളിലും പോയിരിക്കുമ്പോൾ നമ്മളെ മാത്രം ഈ മദ്ഹിന്റെ മജ്‌ലിസിലേക്ക് അല്ലാഹു എത്തിച്ചു. അല്ലാഹു ഈ തൗഫീഖ് നിലനിർത്തി തരുമാറാകട്ടെ. മഹത്തായ ഖസീദത്തുൽ ബുർദയാണ് ഇവിടെ പാടാൻ പോകുന്നത്. ഈ ബുർദ എന്ന് പറയുന്നത് മഹദിയായ മഹാനായ അവിടുന്ന് രചിച്ചതാണ്. നമുക്കറിയാം ലോകത്തെ മദ്ഹിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന മദ്ഹ് കാവ്യമാണ് ഖസീദത്തുൽ ബുർദ. ആശിഖുർ റസൂൽ ഖുദൂർ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ പറയാറുണ്ട്, ബുർദ ചൊല്ലുന്നതിൽ ഒരിക്കലും വെറുതെയാവില്ല. എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഖുദൂർ ഉസ്താദിന്റെ ഹദറത്തിൽ എന്നും ബുർദയാണ്. അല്ലാഹു തആല ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആ ഖസീദത്തുൽ ബുർദ നമുക്കറിയാം ലോകത്ത് എന്തിനു വേണ്ടിയാണ് എല്ലാം അല്ലാഹു പരിഹരിച്ചു തരും. നമ്മൾ ചെല്ലുന്ന വരികളും എല്ലാം പകർന്ന നമ്മുടെ സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് നോക്കി ആരും ആ മജ്‌ലിസിനെ വിലയിരുത്താൻ പാടില്ല. കാരണം അവിടെ പല രൂപത്തിലും പാടും. മലയാളത്തിൽ പാടും, അറബിയിൽ പാടും, ഉറുദുവിൽ പാടും, ഏത് ഭാഷയിൽ പാടിയാലും അത് ഹബീബിന്റെ മദ്ഹ്. അത് ആര് ഏത് ഭാഷയിൽ പാടിയാലും അതിന് നല്ല പവറുണ്ട്. നമുക്കറിയാം സ്വലാത്ത് ഒരാൾ കാണാൻ വേണ്ടി ചെയ്യാൻ വലിയ
മഹത്വമാണ്, ഭൂമിയാണ് ഹബീബ് നബി പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ചെല്ലുന്ന അതിന്റെ വരികൾ നല്ല പവർ ഇരിക്കുന്ന സമയം ഇല്ലമല്ല. നീയത്ത് നന്നായാലും മാത്രമേ ഏതൊരു കാര്യത്തിൽ കൂലി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇരിക്കുന്ന സമയം ഹബീബിന്റെ മദഹാണ്. ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് രാത്രികൾ വെറുതെ കളഞ്ഞ് ഒരു ദിവസം ഹബീബിന് സമർപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള നല്ല നെയ്യത്തിൽ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സലാഹങ്ങളും വിഷമം പരിഹരിക്കപ്പെടണം എന്നുള്ള നല്ല നെയ്യത്തിലായിരിക്കണം എല്ലാവരും ഇരിക്കേണ്ടത്. ഉമ്മമാരും സഹോദരിമാരും അവർക്കൊക്കെ മറച്ച് നല്ല അളവിൽ അച്ചടക്കത്തിൽ ഇരിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നോക്കി കാണുന്ന അവിടുത്തെ മദർ എവിടെ പാടിയാലും ആ സദസ്സിൽ ഹബീബ് വന്നു പോകുന്നത് നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇരിക്കുന്ന സമയം എന്റെ ഹബീബ് ഈ സദസ്സിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ മോശക്കാരനായി അതമില്ലാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാളെ ഒരു മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ ഞാൻ ഹബീബിന്റെ മുമ്പിൽ ഹൗദുൽ കൗസർ ചോദിച്ചത് എങ്ങനെയാണ് പോകുക? ഹബീബിനോട് ഞാൻ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക എന്ന് എല്ലാവരും മനസ്സിൽ കരുതി ആ ഓർമ്മ എല്ലാവരും മനസ്സിലുണ്ടാകണം. നല്ല അകവിൽ അച്ചടക്കത്തിൽ വരുന്ന അറിയുന്ന വരികൾ എല്ലാവരും നല്ല ആവേശത്തോടെ കൂടി ചെല്ലുക. അറിയാത്തവർക്ക് എന്ന് തുടങ്ങുന്ന നല്ല മഹത്തായ സ്വലാത്ത് ചൊല്ലാൻ അവസരം നൽകുമ്പോൾ നല്ല ഉച്ചത്തിൽ ചെല്ലുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള നല്ല നെയ്യത്തിൽ എല്ലാവരും ചെല്ലണം. ചമ്മാര് സഹോദരന്മാരെ തൊപ്പിയോട്ടവരോട് തലയൊക്കെ വരച്ച് കുറച്ച് സമയമാണ് ഞങ്ങൾ ഇരിക്കുന്നതെങ്കിലും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിലേക്ക് നോക്കി ഇവിടെ പാടുന്നത് ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ ശൈലിയിലാണ് എന്ന് നോക്കി അഭിപ്രായം ആരും പോകരുത്. അങ്ങനെ പോകുന്നവർ തന്നെ പോകണം. കാരണം ദിവസത്തിലുള്ളതുകൊണ്ട് ആ ഇരുത്തം ഇരുന്നത് കൊണ്ട് രണ്ട് ലോകത്തിൽ ഉണ്ടാവില്ല. അത് ഇരിക്കും ആളുകൾ നല്ല നെയ്യത്തിൽ ഇത് കഴിയുന്നത് വരെ ഇരിക്കും. ഒരുപാട് രാത്രികൾ ഞാൻ വെറുതെ കളഞ്ഞ എന്തൊരു രാത്രികൾ രക്ഷപ്പെടണം. അതിനു വേണ്ടി ഇരിക്കേണ്ടത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിൽ സ്നേഹമദീനാമോഹം തീർക്കുകയാണല്ലോ, മധുവേഗം ബ്രഹ്മനടയാൻ വഴിയും തേടുകയാണല്ലോ. പരിപാവനായ മധുഹം കേട്ടു പുലകിതരായല്ലോ, അവിടം നൊടിനോടി ചേരാനാണല്ലോ. അനുരാഗം നബിയതിലേ ആശിക്കാനോ പാടി അകതോരിയേറെ തേടി നിറയും പല ചേരാനാ ചിരകാലി സ്വന്തം പൂവണിയാനാ നിറയും പല ചേരാനാ ചിരകാലി സ്വന്തം പൂവണിയാനാ മനസ്സിൽ മോഹം തീർക്കുകയാണല്ലോ, മധുവേടുകയാണല്ലോ. പുലകിതനായാലോ നൊളിനോട് ചേരാനായോ. അതിനാണ്
മനസ്സിലെ സ്നേഹമദീന മൂടോട്ടിയാടല്ലോ മധുവേഗം ദൂരയിലടയാൻ കഴിവട്ടേടുകയാണോ പരിപാവനാടിയാൽ മധുമുഖേടോ പുലകിതനായാലോ പൊന്നൊളിനോടി ചേരാൻ ഞാനാണല്ലോ എന്റെ മനവിലും കാത്തിരുന്നു ദിനവുകളിൽ ഞാൻ മറന്നു ആത്മാവിലാശിരുന്നു ആത്മനിരാശിരുന്നു എന്റെ മനവിലും കാത്തിരുന്നു ദിനവുകളിൽ ഞാൻ മറന്നു ആത്മാവിലാശിരുന്നു ആത്മനിരാശിരുന്നു പടർമകളെ ഒളിപ്പോ എന്റെ മനസ്സവർക്കല്ലോ അനുരാഗിലെ ആശിക്കാനും പാടി അകതോരേറെ നിറയും പല പല ചേരാനാ Assalamualaikum warahmatullahi wabarakatuh.
بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب محمد أدم الصلاة على الحبيب محمد فقبولها بدون تردد أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد اللهم صل وسلم وبارك اللهم صل على سيدنا محمد اللهم صل على والليل
صوت الهدى منك البديع والليل هدى من غفرته بعث الرسل بعث الرسل أجد السبل بدلالته اللهم صل على سيدنا Allah
سلالا يا مجمع كمالا يا جميل بالكمال جمال كلامي سالا يا جميل بالكمال جمال كلامي سالا فوق نارا الله يدخل صدوق وكدارا يدخل كدارا بالسيف سالا بالسيف سالا رحب الخيال لا يا مجمع كمالا يا جد السلالا يا مجمع كمالا جميل كمالا جمال كلامي سالا يا جميل كمالا جمال كلامي سالا يا جد السلالا يا مجمع كمالا يا جد السلالا يا مجمع كمالا جميل في كمالا جمال كلامي سالا يا جميل في كمالا جمال كلامي سالا سيدي يا رسول الله يا بلغ جاء عند الله إن المسلمين قد زاروا في ذنبي تغفرون الله يا سيدي يا رسول الله يا إن المسلمين
لو كنت أعلم
على حبيبك للخلق كلهم അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ട് ലോകവും വിജയിച്ച അല്ലാഹു നമ്മെ മജ്ലിസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പുന്നാര ഹബീബിന്റെ ഇഷ്കിലായി മരിച്ച് നാളെ അടുത്ത കൈകളിൽ ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് അവിടുത്തോളം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വെറുതെയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ ചുരുക്കിയ ചെല്ലിയ സമയപരിമിതി കാരണത്താൽ അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാം കൊണ്ട് മാസം അവിടുത്തെ കുറച്ച് വേളയും അവസാനം ചെല്ലാൻ പോവുകയാണ്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഹബീബിനെ സമർപ്പിച്ച് നമുക്ക് ദുആ ചെയ്ത് അറിയാം. ننجينا من كل آفات يا الله بالكتب رباني والغوث صبراني نجينا من كل آفات يا الله صلوات
Thank you.
ബഹുമാനപ്പെട്ട അവരുടെ പൊരുത്തം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മദതും തർബിയത്തുമുള്ള ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആരുമില്ലാതെ ഖബറിൽ കിടക്കുമ്പോൾ ഹബീബിന്റെ ശഫാഅത്ത് ഇവിടുത്തെ വെളിച്ചം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരുടെ ഖബറിലേക്ക് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെല്ലാൻ പോവുകയാണ്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഹബീബിനെ സമർപ്പിക്കുന്ന അവസാന വരികളാണ് ഈ ബൈത്തുകൾ ചൊല്ലുമ്പോൾ എല്ലാ വിഷമങ്ങളും മുന്നിലേക്ക് കൊണ്ടുവരിക. എല്ലാ വേണ്ടാത്ത ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. നമുക്ക് കുറച്ചു നേരം ഹബീബിനെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് നമ്മൾ രണ്ട് കൈയുയർത്തി കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടന്നു. മൂന്നാമത്തെ ദിവസം ജനാസ മറവ് ചെയ്തപ്പോ ജനാസ മറവ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അവിടുന്ന് സഹാബത്തെ കിറാമിൽ ചർച്ച വിഷയമാക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഹബീബിന്റെ ജനാസ ആരാണ് ഖബറിലേക്ക് വെക്കുക? ആരാണ് പൂമുക ആ ശരീരം ഖബറിലേക്ക് വെക്കാൻ ആർക്കാണ് തോന്നുക? ആർക്കും അതിന് സാധിക്കൂല. അറിയാം ഹബീബ് റസൂലുള്ളാഹി അവിടുത്തെ ആസ്വദിച്ച് വളർന്ന സഹാബത്തെ കിറാം ആർക്കും അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഹബീബിന്റെ ജനാസ ഖബറിലേക്ക് വെക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോ അവിടുന്ന് ഖബറിലേക്ക് വെച്ചിട്ട് ഓരോ മൂലകളിൽ വെക്കുമ്പോ സഹാബത്തെ കിറാമിങ്ങനെ നോക്കുകയാണ്. റബ്ബേ, എന്റെ ഹബീബിന്റെ പൂമുഖം ഈ ദുനിയാവിൽ കാണില്ലല്ലോ റബ്ബേ. അദ്ദേഹം എന്തൊരു സുന്ദരമായ മുഖമായിരുന്നു. ആ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാ വിഷമങ്ങളും തീരുമായിരുന്നു പറഞ്ഞാൽ നമ്മൾ അന്തരിച്ചു നിന്നാൽ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായി ദുനിയാവിൽ നമുക്ക് നേതാവായ ധാരാളം പടച്ചറബേ ഒരു കാണുമെങ്കിലും ഹബീബിന്റെ പൂമുഖം ഈ ലോകത്തോട് തിരിയുന്നതിന് മുമ്പ് കാണണമെന്നുള്ള ആകാംക്ഷയോട് കൂടി നോക്കുമ്പോ ഹബീബിന്റെ പൂമുഖം നോക്കുമ്പോഴാ ഹബീബിന്റെ ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. എന്താണ് ഹബീബ് പറയുന്നത്? ജീവിതത്തിൽ പോലെ നടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചതല്ല, അവിടുത്തെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെ ചോദിച്ചതല്ല, അവിടുത്തെ മരുമകൻ അലിയെ ചോദിച്ചതല്ല. ഇതെല്ലാം പറയുന്നത് ദാസങ്ങളോട് സഹാബത്ത് പറയുകയാണ്, ദാസങ്ങളെ ചെവിയൊന്ന് അടുത്ത് വെച്ചു നോക്കൂ. ഹബീബ് മരിച്ചിട്ടില്ലേ? ഹബീബ് വഫാത്തായിട്ടില്ലേ? ഹബീബ് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോ ദാസങ്ങളതാ ചെവി വെച്ച് നോക്കുകയാണ്. എന്താണ് പറയുന്നത്? പറഞ്ഞ കാര്യമല്ല, ഉമ്മത്തി
അവസാന ഖബറിൽ കിടക്കുമ്പോൾ കരഞ്ഞ ഹബീബ് ആ ഹബീബിനെ ധിക്കരിച്ച് നാളെ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോ, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ ആ ഹബീബിന്റെ പൂമുഖത്ത് നമ്മൾ എങ്ങനെയാണ് നോക്കുക, നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. ഹബീബ് കൊണ്ട് നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബ് കളയില്ല. നമുക്കറിയാം ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആശിക്കുകളെ ഒരിക്കൽ ബഗ്ദാദിലുള്ള ആശിക്ക് മരണപ്പെട്ടപ്പോ ഹബീബ് പുറത്ത് ഇറങ്ങി എന്തിനാണ് ഇറങ്ങി നിൽക്കുന്നത്? സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മരണപ്പെട്ടു. ദിവസവും സ്വലാത്തെങ്കിലും ചെല്ലാതെ നടക്കാറില്ല. വലിയ മുഹിബ് എന്നോട് വിട പറഞ്ഞു, മരണപ്പെട്ടുപോയി. മനുഷ്യന്റെ ജനാസ അവരുടെ അടുക്കിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ജനാസ മറിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് മദീന പുറത്തിറങ്ങി നിൽക്കുന്നത് രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഖബറിലേക്ക് നോട്ടം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ജനാബിൽ കാണാൻ ഹബീബിന്റെ ഭൂമി കണ്ട് ആസ്വദിക്കാൻ സദസ്സുരെ കാരണമാക്കി തരുമാറാകട്ടെ. എല്ലാവരും കൈ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ കുറച്ച് സമയം ചെല്ലുകയാണ്. എല്ലാവരും അറിയുന്നതാണ്. എല്ലാവരും കൈ ഉയർത്തി നല്ല ഇഖ്ലാസോടെ ചെല്ലണം. നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങൾക്ക് നാട്ടിലൊക്കെ ബറക്കത്തുണ്ടാവണം, ഐക്യമുണ്ടാവണം, സന്തോഷമുണ്ടാവണം. സർവ്വപരി സന്തോഷത്തിൽ ഈ പള്ളി പരിപാടി നിർവഹിക്കാൻ മുന്നോട്ട് പോകണം. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന ഒരുപാട് പ്രവർത്തകർ ലോകത്തിൽ വിജയിച്ച ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, 7 വിഭാഗം ആളുകൾക്കാണ് നാളെ അർശിന തണലുണ്ടാവുന്നത്. അതിൽ പ്രധാനമായും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യുവത്വം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച യുവാക്കൾക്ക് നാളെ അർശിന തണലുണ്ടെന്നാണ്. നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ദീനിനു വേണ്ടി ഓടി നടന്നാൽ ഹബീബ് നമ്മൾ ഒരിക്കലും തട്ടിക്കളയൂല. ചെരുപ്പെടുത്തില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കണം. വേണ്ടത് ഇതുപോലെ നല്ലവരുടെ പരിപാടികൾ വരുമ്പോ സ്വീകരിച്ച് അതിന് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മാനസികമായി സാമ്പത്തികമായി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുക. പൂർവികരായ മഹാന്മാരെ കാണിച്ചു തന്നത് എല്ലാം ദീനിന് വേണ്ടി കൊടുത്ത് അവസാനം കിറത്തുകൊണ്ട് ലോകത്തിൽ ഗുണ പറഞ്ഞ ഒരുപാട് സഹാബത്തെ ഖദീജ ബിവിയെ പോലത്തെ ഓരോ സ്വർഗ്ഗത്തിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എട്ടിൽ നിന്ന് ഓരോ പകുതി പള്ളിയിലേക്ക് സംഭാവന ചെയ്യാൻ ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്യാൻ നാളെ ഈ ബറക്കത്തുള്ള നാട്ടിലായി ജീവിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്ന് ബറക്കത്തില്ലായ്മ എടുത്തു ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നല്ല നല്ല പരിപാടികൾ നടക്കാത്തത് കൊണ്ടാണ് ക്യാൻസർ പണി പോലെ പോകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോ രോഗങ്ങൾ ചെറിയ വേദന വന്നു കഴിഞ്ഞാൽ ക്യാൻസറാണ്. നമ്മുടെ ഒരു സുഹൃത്ത് കൂടല്ലൂരിൽ ഇസ്ലാം എന്ന് പറയുന്ന പണ്ഡിതൻ ഈ അടുത്ത് മരണപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ സൗണ്ടിന് ചെറിയൊരു സൗണ്ട് അടപ്പ് വന്നതാണ്. അങ്ങനെ കുറച്ചു കാലം ചികിത്സിച്ചു. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ടെസ്റ്റ് നോക്കുമ്പോ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ടു. 6 അടി മണ്ണിലാണ്. കൂട്ടി ഏറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്. ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഹറാമായ സിനിമാ പാട്ടുകൾ കേൾക്കരുത്. വീഡിയോസ് കാണരുത്. ഹബീബിന്റെ വധയ്ക്ക് ആസ്വദിച്ച് ചെവികൊണ്ട് ഹറാമായതൊന്നും കേൾക്കൂല. കേട്ട് ചെവിയിലേക്ക് വെച്ച് ഹറാമായത് കേട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാൽ നാളെ നരകത്തിന്റെ അടിത്തട്ടിൽ കടന്നുകൊണ്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മുടെ മക്കളെയൊക്കെ നല്ലവണ്ണം വളർത്തണം. അവർ ദീനിന്റെ ഹാദിമ്യങ്ങളാക്കണം. അവർക്ക് വേണ്ടുന്നതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ജനറേഷനാക്കി മാറ്റാതെ എല്ലാം നൽകി ഹാദിമ്യങ്ങളാക്കണം. അതോടൊപ്പം ദുനിയാവിന്റെ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കണം. വെറും ഭൗതികത്തിന്റെ പിന്നാലെ പോയി ദീൻ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മുടെ ഉപ്പമാരെയും സ്വന്തം മക്കൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നത്. നമ്മുടെ മക്കളെ അതിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആക്രമണത്തിൽ ചെല്ലുകയാണ്. എല്ലാവരും
രണ്ട് കൈയും ഉയർത്തി ചെല്ലുക കബൂൽ ചെയ്യുമാറാകട്ടെ. إن القلوب إلى الحبيب تميل إن القلوب إلى الحبيب تميل ومعي بذلك شاهد ودليل ودليل أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل തുല്യവെള്ളം കിടന്നു താവന്നില്ല പാതിയാണെന്നാളുടെ ആശത്തില്ല മണം വീശും മദീന ഒന്നു കണ്ടില്ല الخلق كلهم
نفسي لا تنادي بالجلد معدوم إن الخبائر في العمران الله ترى فيه لا يقسمها على سبيل نسياني في القسم يا ربي اجعل رجائي غير منعكسي لديك واجعل حسابي غير منغلب مولاي صلي وسلم من أبدا على حبيبك بعبدك فيه لا يلي إن له صبرا أتاته أدبار ينهزمي وأذلي سحب الصلاة منك دائمتي على النبي بموت هل هو منسجمي والآخر وسمسون التابعين له والآخر وسمسون التابعين له وجدتك والنقاء والبر والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم في رضاني حسنا وأجرب العزها بالعز بالنبي ثم الرضا عن أبي وكرم باب العبري ومن علي وعثمان ذي الكرم سعيد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكريم مولاي صل وسلم دائما أبدا على حبيبك بالخلق كلهم بغفر إلهي للمسلمين بما في المسجد أقصى في الحرم بجاه من بيته في طيبة حرم واسمه قسم من أعظم القسم وهذه مرتد مختار قد ختمت والحمد لله في بدء وفي ختم أبياتها قد أتت ستين بعبئتهم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم واحفظ بها شيخنا يا واسع الكرم واحفظ بها تاج العلماء يا واسع الكرم واحفظ بها قمر العلماء يا واسع الكرم واحفظ بها نور العلماء يا واسع الكرم واحفظ بها كنز العلماء يا واسع الكرم واحفظ بها علماءنا يا واسع الكرم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മകദ്ദൂതിച്ച റസൂലേ മുന്നിങ്കൽ നബിയേ ഹബീബേ സല്ലല്ലാഹു على محمد صلى الله عليه وسلم മുത്ത് മദീന ഇതാടോ മന്ദാര ചെപ്പിൻ്റഴകാടോ സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم റസൂലേ മാലാ ഹബീബേ സല്ലല്ലാഹു على محمد صلى الله عليه وسلم محمد നബിയേ നബിമാരിലുള്ള താടിയേ സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم ഇല്ലാതെ ഇല്ല ഷഫീഅ സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم أشرف الخلق طه ചുരിയണം ഞങ്ങളിൽ രാഹ സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم ശത്രുക്കൾ തോടി ചാരേരോ പുഞ്ചിരി തൂകിയ മുയിലേ സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم മഹ്ശറയിൽ കഠിന സമയ
الله على محمد صلى الله عليه وسلم على النبي اللهم صل وسلم وبارك عليه. നമ്മള് ദുആ ചെയ്യാൻ നമ്മളുടെ പാടിയതും പറഞ്ഞതൊക്കെ ദുആണ്. ചെറിയൊരു ദുആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ദുആക്കാൻ പോവാണ്. സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു മാനദണ്ഡമാണ്. ഒരുപാട് കാര്യങ്ങൾ ദുആ സ്വീകരിക്കാൻ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. ഈ സ്വതക്ക വാങ്ങിയതിനു ശേഷം ദ്വാരന്ന് കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മിൽ പെട്ടെന്ന് സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ റഹ്മത്തിന്റെ മഴ പെയ്യുമ്പോൾ അപ്പം ദ്വാരന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലാഹു തആല സ്വീകരിക്കുന്ന. അപ്പൊ അതൊന്നിപ്പം നടക്കാത്തതുകൊണ്ട് സ്വതക്ക വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കയ്യിലുള്ള എത്ര ചെറുതായാലും എത്ര വലുതായാലും ദീനിന് വേണ്ടി എത്ര കൊടുത്താലും അവിടെ എത്തൂല. നമുക്കറിയുന്നതാണ്. നിങ്ങളെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു സംഖ്യ എല്ലാവരുടെ കയ്യിൽ, അല്ലെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും കയ്യിലുള്ളത് എത്ര ചെറിയ രൂപയാണെങ്കിൽ അത് കൊണ്ടു കൊടുക്കണം. കാരണം എന്റെ കഴിവിന്റെ പരമാവധി ഒരു സംഖ്യ എനിക്ക് വേണ്ടി നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ പടച്ച റബ്ബേ ഞാൻ ഒരു രൂപ ദീനിന് വേണ്ടി കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടുന്ന ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തണം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്വതക്ക കാരണമായിട്ട് നമ്മുടെ രണ്ട് ലോകവും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ, വിജയത്തിലാക്കുമാറാകട്ടെ. നമുക്കറിയാം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വിവാഹകാര്യം ശരിയാവാൻ വേണ്ടി, ഒരു മകന് വിവാഹം ശരിയാവാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അനുയോജ്യ നല്ല ദീനുള്ള, നല്ല ബുദ്ധിയും തന്റേടവുമുള്ള നല്ല ഇണയെ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരന് ഹൈറായി മരണം വരെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സഹോദരിയെ ഇണയായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ നമുക്കറിയാം മക്കളെ കിട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ, സഹോദരിമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അനുയോജ്യമായ ഇണകളെ നൽകി സന്തോഷത്തിലാക്കുമാറാകട്ടെ. ദീനിൽ ഉള്ള അനുയോജ്യമായ പങ്കാളികളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദ്വാരക്കാൻ അർഹമല്ല. ഉസ്താദുമാരെ ഒരു നിർദ്ദേശം അനുസരിച്ച് ദ്വാരക്കാണ്. അതൊക്കെ ആമീൻ പറയണം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم اغفر لنا ولوالدنا ولأساتذتنا ولمشايخنا ولشركائنا ولأهلنا. اللهم ربنا ارحمهم كما ربونا صغارا. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ നമ്മുടെ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. വല്ല പ്രഭാകതയും വന്നുപോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ ഞങ്ങൾ ചൊല്ലിയത് കാരണമായിട്ട് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ കാരണമായിട്ട് ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ല അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ അർഹരല്ല അല്ലാഹ്. നിന്റെ മഹാനായ പുന്നാര ഹബീബിന്റെ മദ്ഹ് ചൊല്ലിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാഹ്. നീ തട്ടിക്കളയല്ല അല്ലാഹ്. നീ തട്ടിക്കളയല്ല അല്ലാഹ്.
പടച്ചറബ് പാപികളായ ദോഷികളായ നിന്റെ പാവപ്പെട്ട അടിമകളാണ് അല്ലാഹ്. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സാഹചര്യത്തിന് അടിമപ്പെട്ടും ചെയ്തു പോയി അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. നീ കഴിയുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു നേതാവില്ല അല്ലാഹ്. പടച്ചറബ് നീ ഗഫാറാണല്ലോ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചറബ് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചറബ് ഹൈറായ പരിപാടികളുമായി ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. പടച്ചറബ് ഞങ്ങളെ ഒരുപാട് ആളുകൾ അസുഖം പിടിച്ച് കിടക്കുന്നവരുണ്ട് അല്ലാഹ്, പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് അല്ലാഹ്, ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ തെറ്റിപ്പോകുന്നതായ നിന്നെ ധിക്കരിച്ചു പോകുന്നവരെ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. പടച്ചറബ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ക്യാൻസർ പിടിപെട്ട് രോഗം പിടിപെട്ട് കിടക്കുന്നവരുണ്ട് അല്ലാഹ്. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. പടച്ചറബ് നീയാണല്ലോ എല്ലാം നൽകുന്നവൻ, നിന്റെ അടുക്കൽ ശിഫക്ക് ഡിമാൻഡില്ലല്ലോ അല്ലാഹ്. നീ ശിഫയുടെ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്, ശിഫയുടെ വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. പടച്ചറബ് എന്റെ ജ്യേഷ്ഠന്റെ ഒരു പിഞ്ചുമോന് മെഡിക്കൽ കോളേജ് അഡ്മിറ്റിലാണ് അല്ലാഹ്. പടച്ചറബ് ഒരു കുടല് ചെറുതാണെന്ന് പറഞ്ഞു, പടച്ചറബ് അതുപോലെ തന്നെ ഒരു കിഡ്നിയും ചെറുതാണെന്ന് പറഞ്ഞു. പടച്ചറബ് നീ വിചാരിച്ചാൽ ശിഫക്ക് ഒരു ഡിമാൻഡുമില്ലല്ലോ അല്ലാഹ്. നീ പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ മക്കൾക്കൊന്നും നീ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ചറബ് ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ ശരീരത്തിലോ ഞങ്ങളുടെ അഹുലുകാരുടെ ശരീരത്തിലോ മാരകമായ വല്ല രോഗത്തിന്റെയും മണക്കളുണ്ടെങ്കിൽ ഈ സദസ് കാരണമായിട്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്, നീ കരിച്ചു കളയണേ അല്ലാഹ്, നീ കരിച്ചു കളയണേ അല്ലാഹ്. പടച്ചറബ് രോഗങ്ങൾ തന്ന് കുടുംബങ്ങൾ വെറുക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്, കുടുംബങ്ങൾ വെറുത്ത് അവസാനം കഴിയുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തല്ല അല്ലാഹ്. രോഗശൈലിയിൽ കിടത്തി ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ചറബ് ജീവിക്കുന്ന കാലം നല്ല ഇസ്സത്തോടു കൂടി നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെയും അഴിമത്ത് പറയാത്ത നമീമത്ത് പറയാത്ത ഏഷണി പറയാത്തവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചറബ് ഒരുപാട് ഈമത്തും നമീമത്തും ഞങ്ങൾ പറഞ്ഞുപോയി അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം നീ പൊറത്തു തരണേ അല്ലാഹ്, പൊറത്തു തരണേ അല്ലാഹ്. പടച്ചറബ് നല്ല ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാഹ്, നല്ല ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. പടച്ചറബ് ഞങ്ങളെ ആക്കിവത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ആക്കിവത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചറബ് ഞങ്ങൾക്ക് ആരെക്കൊണ്ടും ബുദ്ധിമുട്ട് നൽകല്ല അല്ലാഹ്. പടച്ചറബ് ഞങ്ങളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് നൽകല്ല അല്ലാഹ്. എല്ലാവരോടും ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ക്ഷമ ഒരുപാട് ഉള്ളവരിൽ ഞങ്ങൾ നീ പെടുത്തണേ അല്ലാഹ്. ക്ഷമയാണല്ലോ നിന്റെ ദീനിന് വലിയ പ്രാധാന്യമുള്ളത്. പടച്ചറബ് ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമിക്കുന്നവരാക്കണേ അല്ലാഹ്. പടച്ചറബ് ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരുമാക്കണേ അല്ലാഹ്. പടച്ചറബ് ഞങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ പലതും അറിയാമല്ലാഹ്, പലരുടെയും അറിയാമല്ല അല്ലാഹ്. പടച്ചറബ് സാഹചര്യത്തിന് അടിമപ്പെട്ട് പറഞ്ഞു പോയാൽ ഞങ്ങളുടെ രഹസ്യങ്ങൾ നീ പരലോകത്ത് വിളിച്ചിട്ടാക്കല്ല അല്ലാഹ്. പടച്ചറബ് കാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ നാവുകളെ നീ അടയ്ക്കണേ അല്ലാഹ്. പടച്ചറബ് ഞങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ദുഷിച്ച സാധനമാണല്ലോ നാവ്. പടച്ചറബ് ആ നാവിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചറബ് അങ്ങാടിയിലേക്ക് ഇറങ്ങി അന്യവന്റെ എഴുപത്ത് പറഞ്ഞ് ഉദ്ദേശിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. പടച്ചറബ് ഇനിയുള്ള കാലം ഇതുവരെ ജീവിച്ചതുപോലെയല്ല അല്ലാഹ്. ഇനിയുള്ള കാലം നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ഇഖ്ലാസോട് കൂടി നല്ല ഈമാനും തഖ്വയോട് കൂടി ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നന്നാവണമല്ലാഹ്, ഞങ്ങൾക്ക് നന്നാവണമല്ലാഹ്, ഞങ്ങൾക്ക് നന്നാവണമല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. പടച്ചറബ് നിന്റെ ഹബീബിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും വിതുമ്പുന്നതായ ഇഷ്കുള്ള ഖൽബാക്കണേ അല്ലാഹ്. പടച്ചറബ് അങ്ങനത്തെ ഖൽബിന്റെ ഉടമയാക്കണേ അല്ലാഹ്. ഹബീബിന്റെ മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. പടച്ചറബ് നിനക്ക് വേണ്ടി ഒരുപാട് ദിക്ർ ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. പടച്ചറബ് അന്യവന്റെ ഗീബത്ത് പറഞ്ഞ് കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന നാവ് തന്ന് ഞങ്ങളെ നീ ജീവിപ്പിക്കും
പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ മരിക്കുന്ന സമയം ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സമയമാക്കി നീ മാറ്റിത്തരണേ അല്ലാഹ്. നീ മാറ്റിത്തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് പോലത്തെ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ, ആക്സിഡന്റ് തന്ന് രോഗത്തിൽ ചതഞ്ഞൊരിഞ്ഞ് മരിക്കുന്ന മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. പടച്ച റബ്ബേ, നജസിൽ കിടന്ന് മരിക്കേണ്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. കാഫിറായി ചത്തുപോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ മരിക്കുന്നതും ജീവിക്കുന്നതും നിന്റെ ദീനിലും നിന്റെ താഴത്തിലാക്കി ജീവിപ്പിക്കണോ അല്ലാഹ്. പടച്ച റബ്ബേ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി നല്ല രാവിലോ നല്ല പകലിലോ നിന്റെ മഹാന്മാരുടെ ഫോട്ടോ കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട്, പിന്നാര ഹബീബിന്റെ പൂമം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, കാഫിറായി ചത്തുപോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. പടച്ച റബ്ബേ, വിവാഹ പ്രായമെത്തിയ ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലാഹ്. ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന തന്നു അല്ലാഹ്. പടച്ച റബ്ബേ, ആ ചെറുപ്പക്കാരന് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ്. അനുയോജ്യമായ ഇണയെ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. മരണം വരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, നിന്റെ ദീനിനെ ഉപകാരപ്പെടുന്നതായ കുസുമങ്ങളെ വിരിയിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെയൊക്കെ നന്നാക്കണേ അല്ലാഹ്. ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. വഴി പിഴച്ചു പോകുന്നവരിൽ പെടുത്തല്ല അല്ലാഹ്. വിദ്യാർത്ഥിന്റെ അഹ്ലുകാരിൽ പെടുത്തല്ല അല്ലാഹ്. പടച്ച റബ്ബേ, കാഫിറായി പോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലാഹ്. എല്ലാം നിനക്കറിയാമല്ലോ അല്ലാഹ്. എല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആരുടെ മുന്നിലും നീ ഭക്ഷണത്തരത്തിലാക്കല്ല അല്ലാഹ്. നീ ഭക്ഷണത്തരത്തിലാക്കല്ല അല്ലാഹ്. നീ ഭക്ഷണത്തരത്തിലാക്കല്ല അല്ലാഹ്. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, വസ്ത്രം തന്നവര്, ഞങ്ങൾക്ക് വേണ്ടി ഓരോ സംഗതികളും ചെയ്തവര് പടച്ച റബ്ബേ, പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഞങ്ങൾ പോകുന്ന പല മജ്‌ലിസിലും പങ്കെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ പടച്ച റബ്ബേ, പല ആളുകളും ഇന്ന് മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിലേക്ക് നീ ഇതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെ വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, തെറ്റി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. എല്ലാവരോടും കുടുംബങ്ങളെ കൂട്ടിയോജിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ഇന്ന് ഈടെ മറഞ്ഞുപോയ പടച്ച റബ്ബേ, ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു സയ്യിദ് യൂസുഫുൽ ജീലാനി പടച്ച റബ്ബേ, തങ്ങളിപ്പാപ്പന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ താജുൽ ഉലമ, അതുപോലെ തന്നെ തങ്ങളിപ്പാപ്പ, അതുപോലെ തന്നെ ഉസ്താദ്, അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾ നീ മരണപ്പെട്ടു പോയി. പടച്ച റബ്ബേ, അവരുടെ ഖബറിലേക്കൊക്കെ നീ എത്തിക്കണേ അല്ലാഹ്. ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നാളെ ഞങ്ങളും മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സദസ്സിൽ നിന്ന് ദുആ കിട്ടുന്ന ജീവിതമാക്കി ഞങ്ങളുടെ ജീവനം നീ മാറ്റിത്തരണേ അല്ലാഹ്. നീ മാറ്റിത്തരണേ അല്ലാഹ്. ഖബറിന്റെ ആദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഓടി വരാൻ ബന്ധുക്കളുണ്ട് അല്ലാഹ്. പടച്ച റബ്ബേ, ഖബറിൽ കൂരാക്കൂരിരുട്ടിൽ പടച്ച റബ്ബേ, ആരുമില്ലാത്ത ഖബറിൽ അവിടെ ഞങ്ങൾക്ക് ടൈം ഫാസ്റ്റ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, അവിടെ നമുക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിലെ വിരിപ്പിലേക്ക് തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിനുള്ള ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനത്തെ ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതം നീ മാറ്റിത്തരണേ അല്ലാഹ്. ആഖിർ സമാനിലെ ചപ്പു ഛബറുകളാണ് അല്ലാഹ്. നിങ്ങൾ കൈയുയർത്തി തട്ടിക്കളയല്ല അല്ലാഹ്. ഇബാക്കി മടക്കല്ല അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرهوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ربنا قد تقبل منا قراءة المولد النبي صلى الله عليه وسلم وسائر أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وسلم. سبحان ربك وسلام على المرسلين والحمد لله رب العالمين.
എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങളും ഇൻഷാ അല്ലാഹ് പോകുന്ന മജ്‌ലിസിലൊക്കെ ഞങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ.